ബേസിക് ആയിട്ട് ഒരു വ്യക്തിയുടെ അടുത്ത് എങ്ങനെയാ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ആൾക്കാർ ഇനിയും പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലേ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇത് എങ്ങനെയാ എഫക്ട് ചെയ്യാന്നുള്ള കാര്യം ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഇവര് ചിലപ്പോൾ ഒരു മിനിറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ്സിൽ പറഞ്ഞ് ഇവര് അത് ആ ഒരു സെക്കൻഡിൽ തന്നെ മറന്നുപോകും. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്ക് അങ്ങനെയല്ല. ഇത് പലപ്പോഴും ഇവരുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുക ആൻസൈറ്റിയുടെ രൂപത്തിലായിരിക്കും. അതായത് ഇവരെ തന്നെ സെൽഫ് ഡൗട്ട് അടിച്ചു തുടങ്ങും. ഇവരുടെ സെൽഫ് കോൺഫിഡൻസിന്, സെൽഫ് വേർത്തിന്, ഞാൻ ശരിക്കും ഗുഡാണോ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, എനിക്ക് വേർത്തില്ല, ഞാൻ ഹോപ്പ്ലെസ്നെസ് ആണ്, ഞാൻ ഹെൽപ്ലെസ്നെസ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ലൈഫ് ലോങ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ സോഷ്യൽ ആൻസൈറ്റി, കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് സോഷ്യലൈസ് ചെയ്യാൻ പേടി, പുറത്തു പോകാൻ പേടി. നമ്മൾ അവരെ ഇൻട്രോവേർട്ട് എന്നൊക്കെ വിളിക്കും, അവർ ആക്ച്വലി ഇൻട്രോവേർട്ട് അല്ല. പലപ്പോഴും ഉത്കണ്ഠയായിരിക്കും, സോഷ്യൽ ആൻസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ GAD, ജനറലൈസ്ഡ് ആൻസൈറ്റി. ആ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളെയും ഇവർ നോക്കിക്കാണുന്നത് ഒരു ആൻസൈറ്റിയുടെ കണ്ണിലൂടെ ആയിരിക്കും. വി ക്യാൻ അപ്രോച്ച് 5 മിനിറ്റ്സ് റൂൾ. അതായത് 5 മിനിറ്റിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന, വേറൊരാൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. പൊട്ട് കുറച്ചൊന്ന് പൊസിഷൻ മാറിപ്പോയി, അതൊന്ന് റെഡിയാക്കാം, 5 മിനിറ്റിൽ റെഡിയാക്കാം. ഹെയർ കുറച്ചുകൂടെ കോംബ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, 5 മിനിറ്റിൽ റെഡിയാക്കാം. ഷർട്ട് ഒന്ന് ടക്കിങ് ചെയ്താലാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക, 5 മിനിറ്റിൽ റെഡിയാക്കാം. അല്ലാതെ നീ ആകെ തടിച്ചല്ലോ 5 മിനിറ്റിൽ, അല്ലെങ്കിൽ നാളെ അയാൾക്ക് പോയി മാറ്റാൻ പറ്റുമോ, ഇല്ല നീ ഇരുണ്ട് പോയല്ലോ, അത് 5 മിനിറ്റിൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ 5 മിനിറ്റിൽ അയാളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് വേറൊരാളടുത്ത് പറയാൻ പാടുള്ളൂ. അത് നമ്മൾ ഒരു ക്രിറ്റിസിസം ഒഴിവാക്കാനുള്ള ഒരു ടൂള് കൂടെയാണ്.